ഞാൻ ഒരു ചെറിയ ഡെസേർട്ട് ടൗണിലാണ് ജനിച്ചത്. ഭയങ്കര ചൂടും ഡ്രൈയും. അവിടെ കുട്ടികൾക്ക് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഒന്നില്ലെങ്കിൽ ഒന്നുമില്ലാത്ത ചൂടത്ത് കിടന്ന് അലഞ്ഞു നടക്കുക, അല്ലെങ്കിൽ വീടിനകത്ത് AC ഓണാക്കി സുഖമായിട്ടിരിക്കുക. അത് മാത്രമായിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന രണ്ട് മെയിൻ ചോയ്സസ്. എന്റെ ഗ്രാൻഡ് പ ഭയങ്കര കൈൻഡ് ആയിട്ടുള്ള ഒരാളാണ്. ഗ്രാൻഡ് പ എപ്പോഴും ലോക്കൽ ബാർ സ്കിപ്പ് ചെയ്യും, എന്നിട്ട് നേറ്റീവ് റിസർവേഷനിൽ പോയിട്ട് അവിടെ നിന്നാണ് കുടിക്കാറ്. ഈ ഔട്ട്സൈഡേഴ്സ് വരുമ്പോൾ ഈ റിസർവേഷൻ അത്രയും കൈൻഡ് ആയിരിക്കില്ല. പക്ഷെ ഞങ്ങളുടെ കാര്യത്തിൽ അങ്ങനെയല്ല. ചിലപ്പോൾ ഞങ്ങള് അങ്ങോട്ട് റെസ്പെക്ട് കൊടുത്ത് ഭയങ്കര കൈൻഡ് ആയിട്ട് ഞങ്ങൾ അങ്ങോട്ട് ബിഹേവ് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം ഞങ്ങളുടെ ടൗണിലെ അഡൾട്ട്സോ എന്റെ ഗ്രാൻഡ് പായോ കുറച്ച് ബിയർ കഴിക്കാൻ വേണ്ടിയിട്ട് എങ്ങോട്ടേലും പോവുകയാണെങ്കിൽ അവർ റിസർവേഷനിലേക്ക് പോകാറുള്ളൂ. അവിടെ പോവുക, കമ്പനി എൻജോയ് ചെയ്യുക, തിരിച്ച് വീട്ടിലേക്ക് വരാം. ചില രാത്രികളിൽ ഞാൻ ഗ്രാൻഡ് പായുടെ വീട്ടിലാണ് നിൽക്കാറ്. അപ്പോൾ ഗ്രാൻഡ് പാ കുറച്ച് കഥകളൊക്കെ എനിക്ക് പറഞ്ഞു തരാറുണ്ട്. നാടൻ കഥകളും പഴയ കഥകളും ഓഡായിട്ടുള്ള കഥകളും അങ്ങനെയൊക്കെ. ചെറുപ്പം തൊട്ടേ എനിക്ക് ക്രീപ്പി ആയിട്ടുള്ള സ്റ്റോറീസ് കേൾക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ സ്റ്റോറീസ് കേൾക്കുമ്പോൾ ഒക്കെ എനിക്ക് ഒരുപാട് നൈറ്റ്മെയർസ് ഉണ്ടാവാറുണ്ട് എന്നതൊക്കെ സത്യമാണ്. പക്ഷെ അതെല്ലാം വേർത്തായിരുന്നു. അങ്ങനെ എനിക്ക് 10 വയസ്സുള്ളപ്പോൾ ഒരു ദിവസം ഞാൻ ഗ്രാൻഡ് പായുടെ വീട്ടിലാണ് സ്പെൻഡ് ചെയ്യാൻ പോയത്. അന്ന് രാത്രി ഞങ്ങൾ ഞങ്ങളുടെ ട്രഡീഷൻ കണ്ടിന്യൂ ചെയ്തു. ഗ്രാൻഡ് പാ 20 മൈൽ ഡ്രൈവ് ചെയ്തു പോയി. അവിടെ ഒരു മെക്ഡൊണാൾഡ്സ് ഉണ്ട്. അവിടുന്ന് ഞാൻ യൂഷ്വലി കഴിക്കാറുള്ള സാധനം എനിക്ക് ഗ്രാൻഡ് പാ ഓർഡർ ചെയ്തു തന്നു. എന്നിട്ട് ഗ്രാൻഡ് പയും ഗ്രാൻഡ് പയ്ക്കുള്ള ഫുഡ് ഓർഡർ ചെയ്തു. ഞങ്ങൾ ഫുഡൊക്കെ എൻജോയ് ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക് ഡ്രൈവ് ചെയ്യായിരുന്നു. അപ്പോഴേക്കും നല്ല രാത്രി ആയിട്ടുണ്ടായിരുന്നു. അതിനർത്ഥം ഗ്രാൻഡ് പയ്ക്ക് ഒരു പഴയ നേറ്റീവ് ആയിട്ടുള്ള ഹൊറർ സ്റ്റോറി, ക്രീപ്പി സ്റ്റോറി പറയാൻ നേരമായി. ഗ്രാൻഡ് പ നേറ്റീവ് ബാറിൽ പോകുമ്പോൾ അവിടുത്തെ ആൾക്കാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള ഓരോ കഥകളാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇതായിരുന്നു ആ സ്റ്റോറി. വെള്ളക്കാരൊക്കെ ഈ ഭാഗത്തേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ നേറ്റീവ്സ് ഒക്കെ അത് പ്രൊട്ടസ്റ്റ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ അതെല്ലാം പാഴായിപ്പോയി. പെട്ടെന്ന് തന്നെ ഈ നേറ്റീവ് ആൾക്കാർക്ക് അവരുടെ ലാൻഡ് എന്ന് പറയാൻ ഒന്നും തന്നെ ഇല്ലാണ്ടായി. അങ്ങനെ ഇരിക്കെ അവിടുത്തെ ഒരു ലോക്കൽ മന്ത്രവാദിനി അവരുടെ മേലെ ഒരു ശാപമിടും. എല്ലാ വർഷവും ഒരു വെള്ളക്കാരന്റെ മകന്റെ ചോര ഈ സാക്രിഫിഷ്യൽ സ്റ്റോണിന്റെ മേലെ ഒലിക്കും എന്ന്. ഒരു ഏൻഷ്യൻ സ്പിരിറ്റ് ഇവിടെ വന്ന് എല്ലാ വെള്ളക്കാരെയും ഓടിക്കും. അതൊരു ഷേപ്പ് ഷിഫ്റ്റർ ആയിരിക്കും. അതിവരുടെ എല്ലാവരുടെയും മക്കളെ കൊണ്ടുപോകും. ഈ ലാൻഡിൽ ജനിച്ചു വീഴുന്ന ഓരോ കുട്ടികളെയും കൊണ്ടുപോകും. അങ്ങനെ അവസാനം നമ്മൾ നേറ്റീവ് ആയിട്ടുള്ള ആളുകൾ മാത്രമേ നമ്മുടെ ഈ ലാൻഡിൽ അവശേഷിക്കൂ. ഓക്കെ, ഇത് അഡൾട്ടിനൊന്നും പേടിയുള്ള ഒരു കാര്യമല്ലായിരിക്കും. ഒരു ടീനേജർക്ക് പോലും പേരുണ്ടാവില്ല. പക്ഷെ ഒരു 10 വയസ്സുകാരന് അത് വല്ലാത്തൊരവസ്ഥയായിരുന്നു. ഞാൻ ഗ്രാൻഡ് പയോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. പക്ഷെ ഗ്രാൻഡ് പയ്ക്ക് അതിനൊന്നും ശരിയായിട്ടുള്ളൊരു ആൻസർ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഒട്ടും തന്നെ ആൻസർ ഉണ്ടായിരുന്നില്ല. കാരണം ഗ്രാൻഡ് പ കേട്ട കഥകൾ മാത്രമാണ് ഇത്. അവന് ഒരുപാട് മാസങ്ങൾ കടന്നുപോയി. സമ്മർ ടൈമായി, സ്കൂളുകളൊന്നുമില്ല, ഒരുപാട് വീഡിയോ ഗെയിംസും പിന്നെ വാട്ടറിംഗ് ഹോളിലേക്കുള്ള ഒരു ചെറിയ ട്രിപ്പും അവിടെ സ്വിം ചെയ്യാനൊക്കെ. അങ്ങനെയുള്ള ഒരു ദിവസം ഞാനും അമ്മയും എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മയും നീന്താൻ പോയി. എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മയും എൻ്റെ അമ്മയും ഫ്രണ്ട്സാണ്. ഇതൊരു ചെറിയ ടൗൺ ആണല്ലോ. അങ്ങനെ ഞാൻ സ്വിമ്മിങ്ങിനുള്ള എല്ലാം സെറ്റാക്കി ഞങ്ങൾ എല്ലാവരും കൂടി നീന്താൻ വേണ്ടി പോയി. അങ്ങനെ മണിക്കൂറുകളോളം നീന്തി കഴിഞ്ഞപ്പോൾ എനിക്കൊരു തോന്നല്, ഒന്ന് ഇറങ്ങി ഇവിടെയൊക്കെ ഒന്ന് ചുറ്റി നോക്കിയിട്ട് വരാമെന്ന്. ആ സ്ഥലത്താണെങ്കിൽ ഒരു ഫുട്ബോൾ ഫീൽഡ് വരെ ഉണ്ട്. ഞാൻ പെട്ടെന്നൊന്നും ചിന്തിക്കാതെ അവിടെ നിന്ന് ഇറങ്ങി ഓടി. എന്നിട്ട് ഞാനിപ്പോൾ വരാം എന്ന് അമ്മയോട് വിളിച്ചു പറഞ്ഞു. അമ്മ ബാക്കിൽ നിന്ന് തിരിച്ചു പറഞ്ഞു, ആകെ 30 മിനിറ്റേ ഉള്ളൂ ആൻഡ് ബി കെയർഫുൾ എന്ന്. അതിന് ഞാൻ റെസ്പോൺസ് കൊടുത്തില്ല. ഞാൻ ഓടുന്ന വഴിക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ എൻ്റെ അമ്മയും ഫ്രണ്ട്സും എല്ലാവരും ഇരുന്ന് സംസാരിച്ച് എൻജോയ് ചെയ്യണം. ഞാൻ ഒരു ബുഷിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ കയറിയിട്ട് ഞാനൊരു ക്രൊക്കഡൈൽ ഹണ്ടർ ആണെന്നുള്ള പോലൊക്കെ പ്രിറ്റൻഡ് ചെയ്ത് ക്രൊക്കഡൈലിനെ പിടിക്കാൻ പോകുന്ന പോലൊക്കെ ആക്ട് ചെയ്ത് അങ്ങനെയൊക്കെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു ചളിയിൽ ചവിട്ടി ഞാൻ വീണപ്പോൾ എൻ്റെ കൈ ഒരു പാറക്കല്ലിൽ ഇടിച്ച് എൻ്റെ കൈ പൊട്ടി ചോര വന്നു. ഞാൻ നോക്കിയപ്പോൾ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ തന്നെ എനിക്കൊരു തംസപ്പ് ഒക്കെ കൊടുത്ത് ഞാൻ എണീറ്റ് പിന്നെയും കളിച്ചു. അങ്ങനെ ഞാൻ നടന്ന് വന്നപ്പോൾ ഒരു വലിയ പാറക്കല്ല് കണ്ടു. അങ്ങനെ ഞാൻ ആ പാറയമ ഓരോ കൈ ഇങ്ങനെ വെച്ച് കുത്തി കയറി അതിൻ്റെ മേലെ കയറി നിന്നിട്ട് ഞാനാണ് ഇവിടുത്തെ രാജാവ് എന്നൊരു വാളൊക്കെ പിടിക്കുന്ന പോലെ ആക്ട് ചെയ്ത് അതുമ്മ കയറി എന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് ഞാൻ ആ പാറയുടെ അറ്റത്ത് ഇങ്ങനെ 2 കൈ ഇങ്ങനെ വെച്ചിട്ട് ബാലൻസ് ചെയ്തിരുന്നു. അപ്പോഴേക്കും എനിക്ക് കുറച്ച് ടയേർഡ് ആയിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടുന്ന് ഇറങ്ങിയിട്ട് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. കുറച്ച് നേരത്തെ പോവാണെങ്കിൽ കുറച്ച് നേരം കൂടെ സ്വിം ചെയ്തിട്ട് വീട്ടിൽ പോകാമല്ലോ. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകുന്ന വഴിക്ക് ഞങ്ങളുടെ നേറ്റീവ് ബാറിൽ നിന്ന് ഞങ്ങൾ കുറച്ച് ഡെലീഷ്യസ് ആയിട്ടുള്ള ഫുഡൊക്കെ വാങ്ങി വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ സെയിം ബിസിനസ്. കുറച്ച് നേരം TV കാണാം, പിന്നെ പോയി കിടന്നുറങ്ങാം. പക്ഷേ ഞാൻ അറിഞ്ഞില്ല, അന്ന് രാത്രി ഞാൻ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ എൻ്റെ ലൈഫിൽ ഒരു വലിയൊരു മാറ്റം വരാൻ പോവായിരുന്നു എന്ന്.
സാധാരണ സമ്മർ ടൈമിലൊക്കെ ഞാൻ അറ്റ്ലീസ്റ്റ് ഒരു 10 മണി വരെയെങ്കിലും കിടന്നുറങ്ങും. അന്ന് രാവിലെ അമ്മ എന്നെ 8 മണിക്ക് വിളിച്ചെണീപ്പിച്ചു. എന്നിട്ട് ചോദിച്ചു, ബില്ലി ഇന്നലെ രാത്രി ഇങ്ങോട്ട് വന്നായിരുന്നു? ഞാൻ കൂട്ടുവാക്ക് വിട്ട് കണ്ണൊക്കെ തിരുമ്മിയിട്ട് കൺഫ്യൂഷനായിട്ട് അമ്മേനെ നോക്കും. എന്നിട്ട് ഞാൻ വിചാരിക്കും, അമ്മ എന്തിനാ ഇതൊക്കെ ചോദിക്കുന്നത്? ഞാൻ പറഞ്ഞു, ഇല്ല, അവനെന്തിനും നമ്മുടെ കൂടെ വരണം. അവരും സ്വിമ്മിങ് കഴിഞ്ഞിട്ട് അവരുടെ വീട്ടിലേക്കല്ലേ പോയിട്ടുണ്ടാവുക. ഞാൻ ഇങ്ങനെ റിപ്ലൈ ചെയ്യുമ്പോൾ എനിക്കും ചെറുതായിട്ട് വറീഡ് ആവുന്നുണ്ടായിരുന്നു. അമ്മ പറഞ്ഞു, ശരിയാണ്, അവര് തിരിച്ച് വീട്ടിലേക്ക് പോയതാണ്. പക്ഷെ രാവിലെ എണീറ്റപ്പോൾ ബില്ലി അവിടെ ഇല്ല. അതുകൊണ്ട് അവൻ്റെ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു, അവൻ രാത്രി അങ്ങനെ ഒളിച്ചും പാത്തും നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടോന്ന്. അവൻ ഓടിപ്പോയത് അവനാണ് സാധ്യത എന്നാണ് അവൻ്റെ പാരൻസ് വിചാരിച്ചേക്കുന്നത് എന്ന് അമ്മ പറഞ്ഞു. ബില്ലി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ബില്ലി ഓടിപ്പോവാൻ ഒരു വഴിയും ഇല്ല. അവൻ ഓടിപ്പോകാൻ ഒരു കാരണമില്ല. മാത്രമല്ല, അവൻ അങ്ങനെ ഓടിപ്പോകുന്ന ഒരു ടൈപ്പും അല്ല. അവൻ അവന്റെ ഫ്രണ്ട്സോ ഫാമിലി അവനെ കുറിച്ച് ഓർത്ത് വറീഡ് ആവുന്നതൊന്നും അവന് ഇഷ്ടമുള്ള കാര്യമല്ല. പിന്നെയുള്ള കുറച്ച് മണിക്കൂർ പോലീസ് വന്ന് എൻ്റെ അടുത്ത് ചോദ്യങ്ങൾ ചോദിക്കലായി. അവരുടെ ചോദ്യങ്ങൾക്കൊന്നും എനിക്കങ്ങനെ ശരിയായിട്ടുള്ള ആൻസേഴ്സ് ഉണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ അമ്മയാണെങ്കിൽ എപ്പോഴും ഫോണിൻ്റെ അടുത്തിരിക്കും, എന്തെങ്കിലും ഒരു കോൾ വന്ന് ബില്ലി ഓക്കെ ആണ് എന്നൊരു ന്യൂസ് കേൾക്കാൻ വേണ്ടി. പക്ഷെ അങ്ങനെ ഒന്നും സംഭവിച്ചില്ല. പോലീസ് പറഞ്ഞത് ഒരു തരത്തിലുള്ള ഫോഴ്സ്ഡ് എൻട്രി ബില്ലിയുടെ വീട്ടിൽ നടന്നിട്ടില്ല. അവിടെ ഉണ്ടാവാൻ പാടില്ലാത്ത ഒരു ഫിംഗർ പ്രിന്റ്സും ഇല്ല. അവിടെ ഒരു സ്ട്രഗിൾ നടന്നതിന്റെയോ വയലൻസ് നടന്നതിന്റെയോ ഒരു സൈനും ഇല്ല. ഓടായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ബില്ലിയുടെ വിൻഡോ എല്ലാം ക്ലോസ്ഡ് ആയിരുന്നു, ലോക്ക്ഡ് ആയിരുന്നു. വീട്ടിലുള്ള എല്ലാ ഡോറും ലോക്കായിരുന്നു. പിന്നെ അവരുടെ വീട്ടിലെ ഒരു കീ പോലും മിസ്സിംഗ് അല്ല. അവന്റെ വീട്ടിലെ റൂമിലെ എല്ലാ സാധനങ്ങളും അതേപോലെ ഇരിക്കുന്നു. പക്ഷെ ബില്ലി മാത്രം വീട്ടിൽ നിന്ന് ഓടിപ്പോകുന്നു. അങ്ങനെ വരാൻ ഒരു വഴിയുമില്ല. അറ്റ്ലീസ്റ്റ് ഒരു കീ മിസ്സാവുക, അല്ലെങ്കിൽ ജനലൊന്ന് തുറന്നിരിക്കുക, അങ്ങനെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കുറച്ച് ആഴ്ചകൾ കടന്നുപോയെങ്കിലും എൻ്റെ മിസ്സിംഗ് ഫ്രണ്ടിനെ കുറിച്ച് ഓർത്ത് ഞാൻ ഒരുപാട് വിഷമിക്കാറുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മറ്റൊരു കുട്ടി ഡിസപ്പിയർ ആവുന്നത്. ഇത്തവണ അതൊരു പെൺകുട്ടിയായിരുന്നു. ആ പെൺകുട്ടിക്ക് എന്നെക്കാട്ടും കുറച്ച് പ്രായം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ആളെ വലിയ പരിചയമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ പെൺകുട്ടി മിസ്സിംഗ് ആയത് രാവിലെ ആയിരുന്നു. ആളുടെ ഫ്രണ്ടിന്റെ വീടിന് തിരിച്ച് സ്വന്തം വീട്ടിലേക്ക് നടന്നു വരുന്ന വഴിക്ക്. അതിനുശേഷം ഞങ്ങളുടെ ടൗണ് ഭയങ്കര അലേർട്ടായി. ഞങ്ങളുടെ ടൗണിൽ അങ്ങനെ കിഡ്നാപ്പിംഗ്സ് ഒന്നും നടക്കാറില്ല. ഞങ്ങളുടെ പോലീസ് പറഞ്ഞു, ഇതിന്റെ പരിഹാരം ഉടനടി നോക്കാം, എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാം, അങ്ങനെയൊക്കെ. ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലെ അഡൽട്സ് ഒരു കാര്യം സെറ്റപ്പ് ചെയ്തു. മണിക്കൂറിൽ ഒരു വട്ടം 8 മണിക്ക് ശേഷം ഈ സ്ട്രീറ്റിലൊക്കെ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് എല്ലാം ഒന്ന് നോക്കി നോക്കി വരാൻ. കാണാൻ പാടില്ലാത്ത ആരെങ്കിലും കാണുമോ, എല്ലാം ഓക്കെ അല്ലേ എന്നൊക്കെ നോക്കാൻ വേണ്ടി. ആദ്യത്തെ 2 ആഴ്ച ആരൊക്കെ പോകണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്തിരുന്നു. എന്നിട്ടും ഈ കാര്യങ്ങൾക്ക് ഒരു സൊല്യൂഷൻ കിട്ടിയില്ലെങ്കിൽ, ഒരു തുമ്പും കിട്ടിയില്ലെങ്കിൽ അവർ വേറൊരു പ്ലാനിലേക്ക് മാറും. എല്ലാവരും എക്സ്ട്രാ കെയർഫുൾ ആയിരിക്കാം, എക്സ്ട്രാ അറ്റൻറ്റീവ് ആയിരിക്കാം എന്നെല്ലാം തീരുമാനമെടുക്കും. ടൗണിൽ അധികം ഒന്നും കാണാത്ത ഞങ്ങളുടെ പോലീസ് ഇപ്പോൾ സ്ട്രീറ്റിൽ എപ്പോഴും കാണും. ആളിങ്ങനെ ഓരോ റൗണ്ട്സ് എടുക്കുന്നുണ്ടാവും. പിന്നെ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഒരു കർഫ്യൂവും കൊടുക്കും. എൻ്റെ പാരൻസ് ഞാൻ ഇതിനെ കുറിച്ചൊന്നും അധികം കേൾക്കാതിരിക്കാൻ വേണ്ടി ശ്രമിച്ചു, എന്നെ പേടിപ്പിക്കാതിരിക്കാൻ. പക്ഷെ എന്നാലും ഞാൻ ചുറ്റും നടക്കുന്ന കാര്യങ്ങളും ഓരോരുത്തർ പറയുന്നതൊക്കെ കേട്ട് കേട്ട് എനിക്ക് ഏതാണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലായി. പ്രത്യേകിച്ച് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഈ പെൺകുട്ടി ഡിസപ്പിയർ ആവുന്നതിന് മുന്നേ ഒരു സ്മൈലിംഗ് വുമൻ അവളെ കളിക്കാൻ വിളിച്ചുകൊണ്ടിരിക്കുന്നതിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അഫ്കോഴ്സ് അവളുടെ പാരൻസ് അത് അവള് ചുമ്മാ ഇമാജിൻ ചെയ്യുന്നതായിരിക്കും എന്നൊക്കെ വിചാരിച്ച് വലിയ കെയർ ഒന്നും മൈൻഡ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എന്താ, അവൾ പറയുന്നത് ഒരു സ്മൈലിംഗ് വുമൻ എന്നാണ്. അതുകൊണ്ട് അത്ര വലിയ മൈൻഡ് ഒന്നും ചെയ്തില്ല. ഇൻ കേസ് അവൾ പറഞ്ഞത് അതൊരു സ്മൈലിംഗ് മാൻ ആയിരുന്നുവെങ്കിൽ ആൾക്കാർ കുറച്ചും കൂടെ അലേർട്ട് ആയാണ്. ആ ഗേള് ഡിസപ്പിയർ ആയതിന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ ഉറങ്ങാൻ കിടക്കുന്നതിന് മുന്നേ എൻ്റെ പാരൻസ് എല്ലാ വാതിലും ജനലും എല്ലാം ലോക്കല്ലേ എന്നൊക്കെ പരിശോധിച്ച് ഡബിൾ ചെക്ക് ട്രിപ്പിൾ ചെക്ക് ഒക്കെ ചെയ്തിട്ടാണ് പോവുക. അങ്ങനെ ഞാൻ കിടന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ വിൻഡോയിൽ അത് തട്ടുന്ന ശബ്ദം ഞാൻ കേട്ടു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഈ ഹൊറർ, ബിസാർഡ്, വിയേർഡ് തിങ്സിനോടൊക്കെ എനിക്കൊരു ഫാസിനേഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കാം അതെനിക്ക് ആവശ്യമില്ലാത്ത ഒരു ബ്രേവറി തന്നു, അഥവാ സ്റ്റുപ്പിഡിറ്റി. ഞാൻ ഓടി എൻ്റെ പാരൻസിൻ്റെ അടുത്തേക്ക് പോകുന്നതിന് പകരം ഞാൻ എഴുന്നേറ്റ് എൻ്റെ ജനലിൻ്റെ അടുത്തേക്ക് നടന്നു. എൻ്റെ ജനലിൻ്റെ പുറത്ത് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ഓഡായിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി. ഒരു സ്ത്രീ സ്കിൻ ടൈറ്റ് ആയിട്ടുള്ള ഒരു പർപ്പിൾ സ്യൂട്ട് ധരിച്ചിരിക്കുന്നു. ആ സ്ത്രീയുടെ മുടിയാണെങ്കിൽ ഒരു റെഡ് കളർ. നാച്ചുറലി നമ്മൾ ഒരാളുടെ മുടിയിൽ കാണുന്ന ടൈപ്പ് റെഡ് കളർ ആയിരുന്നില്ല അതിന്. എന്നിട്ട് ഒരു ഹ്യൂജ് സ്മൈലും. അതിൻ്റെ മുഖത്തിനെക്കാട്ടും വലുതായിരുന്നു ആ സ്ത്രീയുടെ സ്മൈല്. ഇപ്പോൾ ഒരു അഡൾട്ടായി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ആ സാധനം നമ്മുടെ ഈ ഭൂമിയിൽ ഫിറ്റ് ഇൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം.
ഈ ഭൂമി എങ്ങനെയാണ്, ആൾക്കാരെങ്ങനെയാണ്, എന്തൊക്കെയാണെന്നൊന്നും ഇതിന് മനസ്സിലായിട്ടില്ല. പക്ഷെ അത് ട്രൈ ചെയ്യാണ് ഈ ലോകത്ത് ഫിറ്റിനാവാൻ വേണ്ടി. അതിൻ്റെ ആക്സസറീസ് ഒക്കെ ഭയങ്കര ഓടായിരുന്നു. പിന്നെ അതിൻ്റെ ചിരിയും, അത് നമ്മളെ ഒന്ന് കാമാക്കുന്നതിന് പകരം നമ്മളെ പേടിപ്പിക്കുന്ന ടൈപ്പുള്ള ചിരിയാണ് ആ സ്ത്രീക്ക് ഉണ്ടായിരുന്നത്. എൻ്റെ കൂടെ കളിക്കാൻ വാ എന്ന് ആ സ്ത്രീ ഭയങ്കര ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ചെറിയ കുട്ടിയുടെ ശബ്ദത്തിൽ സംസാരിക്കാൻ നോക്കി. എൻ്റെ കൂടെ കളിക്കാൻ വാ, എൻ്റെ കൂടെ വന്നാൽ നീ ഒരുപാട് സന്തോഷിക്കും. എൻ്റെ ഒരുപാട് ടോയ്സ് ഉണ്ട്, എൻ്റെ ഒരുപാട് ചോക്ലേറ്റ്സ് ഉണ്ട്, നിന്റെ ഫ്രണ്ട്സും എൻ്റെ കൂടെ ഉണ്ട്. ആ സാധനം എൻ്റെ ഫ്രണ്ട്സിനെ മെൻഷൻ ആക്കിയപ്പോൾ ഞാൻ ഉണ്ടായിരുന്ന ആ ഒരു ഫ്രീസിങ് സ്റ്റേറ്റിൽ നിന്ന് ഞാൻ പെട്ടെന്ന് ഉണർന്നു. ഞാൻ അവിടെ നിന്ന് ഉറക്കെ അലറി വിളിച്ചു ഓടി എൻ്റെ പാരൻസിൻ്റെ റൂമിലേക്ക്. ഞാൻ അവരുടെ റൂമിൽ എത്തുന്നേക്കാട്ടും മുന്നേ അവരുടെ റൂമിൽ നിന്ന് ഇറങ്ങി എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നു. ആ ചിരിക്കുന്ന ലേഡി അവളിവിടെ ഉണ്ട്. എൻ്റെ അച്ഛൻ കത്തിയെടുത്ത് പുറത്തേക്ക് ഓടി. ആരെയാണോ മുന്നിൽ കാണുന്നത് അവരെ തീർക്കാൻ വേണ്ടി. പക്ഷേ നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്തതുപോലെ തന്നെ അച്ഛൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ആ ലേഡി അവിടെ ഉണ്ടായിരുന്നില്ല. പോലീസിനെ അവിടേക്ക് വിളിപ്പിച്ചു. പോലീസ് ഒന്ന് നോക്കി. അവിടെ ആരും വന്നതായിട്ടുള്ള തെളിവോ ഫുട് പ്രിൻസോ ഫിംഗർ പ്രിൻസോ ഒന്നും ഉണ്ടായിരുന്നില്ല. നേരത്തെ ഉണ്ടായിരുന്ന ഇൻസിഡൻസ് ഒക്കെ കാരണം എല്ലാവരും എന്നെ സീരിയസ് ആയിട്ടെടുത്തു. അങ്ങനെ പോലീസ് പോയതിനൊക്കെ ശേഷം എൻ്റെ പാരൻസ് എന്നെ അവരുടെ റൂമിൽ കിടത്തി. അടുത്ത ദിവസം എൻ്റെ പാരൻസ് എന്നെ കളിക്കാൻ വേണ്ടി വീടിൻ്റെ 20 അടിക്കപ്പുറം എന്നെ വിട്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ അവിടെ നിന്ന് കളിക്കുമ്പോൾ ഞാൻ അവളെ പിന്നെയും കണ്ടു. ഞങ്ങളുടെ വീടിൻ്റെ ബാക്കിൽ ഒരു എംപ്റ്റി ലോട്ടിൽ ഒരു 40 അടി അകലം കാണും. പക്ഷെ എന്നാലും അത്ര ദൂരത്തൊന്നും എനിക്ക് അവളെ കണ്ടപ്പോൾ അത് അവൾ തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി. തിരിച്ച് വീട്ടിലേക്ക് ഓടിക്കയറണമെന്ന് എനിക്കറിയായിരുന്നു. പക്ഷെ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള എന്തോ ഒരു ഫോഴ്സ് എന്നെ അവിടെ തന്നെ പിടിച്ചു നിർത്തുന്നത് പോലെ എനിക്ക് തോന്നി. പതിയെ ആ സ്ത്രീ എൻ്റെ നേരെ നടന്നു. അവളുടെ നടത്തം ഭയങ്കര വിയേർഡായിരുന്നു. ഓരോ സ്റ്റെപ്പും ഭയങ്കര പ്രിസൈസായി, പെർഫെക്റ്റായി. ഭയങ്കര പെർഫെക്റ്റ് എന്ന് വെച്ചാൽ ഒരു മനുഷ്യന് അത്രയും പെർഫെക്റ്റ് ആയിട്ട് നടക്കാൻ പറ്റില്ല. ആ സ്ത്രീ കുറച്ചും കൂടെ ക്ലോസർ ആയപ്പോൾ ഞാൻ കണ്ടു ആളുടെ മുടി മുന്നത്തെക്കാട്ടും നാച്ചുറൽ ലുക്കിംഗ് ആയി. പക്ഷെ ബാക്കിയെല്ലാം അതേപോലെ തന്നെ സെയിം ആയിരുന്നു. ആ സ്ത്രീ എൻ്റെ അടുത്ത് എത്തിയപ്പോഴും എനിക്ക് അവിടെ നിന്ന് അനങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എനിക്ക് മനസ്സിലായി ഞാനിപ്പോൾ മരിക്കും. എൻ്റെ കൂടെ കളിക്കാൻ വാ എന്ന് ആ സ്ത്രീ കൈ ഇങ്ങനെ നീട്ടിപ്പിടിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞു. നിന്റെ ഫ്രണ്ട്സ് എൻ്റെ കൂടെ ഉണ്ട്, മാത്രമല്ല ഞാൻ ഇനിയും കുറേ ഫ്രണ്ട്സിനെ നിനക്ക് കൊണ്ടുവരാം. ബാക്കിയുള്ള നിന്റെ എല്ലാ കാലവും നിനക്ക് ഫുൾ ഫണ്ണായിരിക്കും. പേടിച്ച് ഞാൻ മരവിച്ചിരിക്കുകയാണെങ്കിൽ പോലും എനിക്ക് എൻ്റെ കൈ ആ സ്ത്രീക്ക് കൊടുക്കാനുള്ള ഒരു പ്രേരണ വന്നു. ഇത്തവണ ആ സ്ത്രീ കുറച്ചും കൂടെ കാമിങ്ങായി സൂത്തിങ് ആയിട്ട് എനിക്ക് തോന്നി. ഭയങ്കര ഓഡായിട്ടുള്ള അപ്പിയറൻസ് ആണ് ആ സ്ത്രീക്ക് ഉള്ളതെങ്കിൽ കൂടി, ആ സ്ത്രീയുടെ മുഖത്തിനേക്കാൾ വലിയ ചിരിയാണെങ്കിൽ കൂടി ഞാൻ ശ്രമിക്കാതെ തന്നെ എൻ്റെ കൈ പകുതിയോളം ആ സ്ത്രീയുടെ കൈൻ്റെ അടുത്തേക്ക് പോയപ്പോൾ ഞാൻ പെട്ടെന്ന് ആ ട്രാൻസിൽ നിന്ന് പുറത്തേക്ക് വന്നു. ഞാൻ പിന്നെയും അലറി വിളിച്ച് എൻ്റെ വീടിനകത്തേക്ക് ഓടിക്കയറി. അച്ഛൻ ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നില്ല, അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ പിന്നെയും പോലീസിനെ വിളിച്ചു. നേരത്തെ ഉണ്ടായിരുന്ന അതേ കാര്യം. പോലീസ് വരുന്നു, ഞാൻ നടന്ന കാര്യങ്ങൾ പറയുന്നു, അവരെല്ലാവരുടെയും ചെക്ക് ചെയ്യുന്നു. നോ ഫിംഗർ പ്രിൻറ്റ്സ്, നോ ഫുട് പ്രിൻറ്റ്സ്. അങ്ങനൊരു കാര്യം നടന്നിട്ടുണ്ട് എന്നതിന് ഒരു തെളിവുമില്ല. ഭാഗ്യത്തിന് എൻ്റെ പാരൻസ് ഇവിടെ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. ഒരു ചില ഓപ്ഷൻസ് ഒക്കെ പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ ഒരു പ്ലാനിൽ എത്തിയേക്കാണ്. ഞാനും അമ്മയും ഇപ്പോൾ തൽക്കാലം വീട്ടിൽ തന്നെ നിൽക്കും. അപ്പോഴേക്കും ആ സമയത്ത് ആൻറ്റി ഓറിഗണിൽ ഞങ്ങൾക്കൊരു ജോലി, വീട് അതൊക്കെ നോക്കും. പക്ഷെ അതിനിടയ്ക്ക് ഇതുപോലൊരു ഇൻസിഡൻറ്റ് ഇനിയും സംഭവിക്കുകയാണെങ്കിൽ ഞങ്ങൾ നേരത്തെ തന്നെ ഓറിഗണിലേക്ക് മാറും. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ ഇതുപോലത്തെ ഇൻസിഡൻ്റ് ഒന്നും ഉണ്ടാവാതെ കടന്നുപോയി. ഞാൻ വിചാരിച്ചു മേ ബി അതായിരിക്കും ഞാൻ അന്ന് കണ്ട സ്മൈലിംഗ് ലേഡിയുടെ ലാസ്റ്റ് ദിവസവും. അപ്പോഴാണ് ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത ആ മക്ഡൊണാൾഡ്സ് ഇല്ലേ, ആ സ്ഥലത്തുള്ള ഒരു കുട്ടി മിസ്സിങ് ആവുന്നത്. ഞാൻ വിചാരിച്ചു ഇപ്പോൾ തന്നെ എൻ്റെ പാരൻസ് എല്ലായിടത്തും ഇവിടുന്ന് ഷിഫ്റ്റ് ആവാൻ റെഡി ആവുന്നു. പക്ഷേ ആ സ്ഥലം നമ്മുടെ ടൗണിൻ്റെ നിന്ന് കുറച്ചും കൂടെ ദൂരെ ആയതുകൊണ്ട് അങ്ങനെയൊന്നും നടന്നില്ല. ആ ന്യൂസ് സ്പ്രെഡായതിൻ്റെ പിറ്റേ ദിവസം എൻ്റെ അച്ഛനും അമ്മയ്ക്കും ജോലിക്ക് പോകണമായിരുന്നു. എൻ്റെ അമ്മ ഒരുപാട് നാൾ ലീവ് എടുത്ത് വീട്ടിലിരുന്നുകൊണ്ട് ഇനിയും ലീവ് എടുത്താൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്ന് അമ്മയ്ക്കൊരു വാർണിംഗ് കിട്ടി. പെട്ടെന്നുള്ളൊരു വിവരം ആയതുകൊണ്ട് എൻ്റെ അച്ഛനും അന്ന് ലീവ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ 2 പേരും അന്ന് ജോലിക്ക് പോവാണ്. പോകുന്നതിന് മുന്നേ എന്നോട് ഒരുപാട് നേരം സംസാരിച്ചു. സ്ട്രേഞ്ചേഴ്സിൻ്റെ അടുത്ത് പോകരുതെന്നും അകത്ത് തന്നെ ഇരിക്കണമെന്നും എപ്പോഴും ശ്രദ്ധയോടെ ഇരിക്കണമെന്നും അങ്ങനെയൊക്കെ. അങ്ങനെ കുറച്ച് മണിക്കൂർ ഞാൻ എൻ്റെ പ്ലേ സ്റ്റേഷനിൽ കളിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ പെട്ടെന്ന് എൻ്റെ ഡോറിൽ അത് തട്ടി.
ഞാൻ പെട്ടെന്ന് അലേർട്ടായി. ഞാൻ എഴുന്നേറ്റ് പോയി പീപ്പ് ഹോളിൽ കൂടെ നോക്കിയപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ തിരിച്ചു പോയി എൻ്റെ വീഡിയോ ഗെയിം കണ്ടിന്യൂ ചെയ്തു. പിന്നെയും ഞാൻ ഡോറിൽ നോക്ക് കേട്ടു. ഞാൻ എഴുന്നേറ്റ് പീപ്പ് ഹോളിൽ കൂടെ നോക്കി, ആരുമില്ല. ഞാൻ തിരിഞ്ഞു നടന്ന് എനിക്ക് സോഫയിൽ ഇരിക്കാൻ പറ്റുന്നതിന് മുന്നേ പിന്നെയും ഡോറിലൊരു തട്ട്. ഇത്തവണ ഞാൻ ഓടി ചെന്ന് ഡോറ് വലിച്ചു തുറന്ന് ആരാണ് അവിടെ ഉള്ളത് ആളെ ഫൈറ്റ് ചെയ്യാൻ റെഡി ആയിട്ട് നിന്നു. ആരുമില്ല. ഞാൻ ഗെയിമെല്ലാം ഓഫ് ചെയ്ത് TV വെച്ചു. എന്തെങ്കിലും കാർട്ടൂൺസ് കണ്ട് മൈൻഡ് ഒന്ന് ഫ്രഷ് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് ഞാൻ അത് കേൾക്കുന്നത്. എൻ്റെ കൂടെ കളിക്കാൻ വാ. ഞാൻ ഹാൾവേക്ക് നോക്കിയപ്പോൾ എൻ്റെ അടുത്തുനിന്ന് ഒരു 5 അടി അകലത്ത് ആ സ്ത്രീ നിൽക്കുന്നു. ആ സ്ത്രീ അവളുടെ ചിരി മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇത്തവണ അവളുടെ ചിരി അവളുടെ മുഖത്ത് കറക്റ്റ് ഫിറ്റായ പോലെ ഉണ്ടായിരുന്നു. ഈവളിനേക്കാളും സ്വീറ്റ് ആയിട്ടായിരുന്നു ഇപ്പോൾ ആ സ്ത്രീയുടെ ലുക്ക്. ആൾ ആദ്യം ഇടയിലുണ്ടായിരുന്ന ആ ടൈറ്റ് പർപ്പിൾ ബോഡി സ്യൂട്ട് ഇപ്പോൾ ഒരു പർപ്പിൾ ഉടുപ്പായി. എൻ്റെ ബോഡിയിലൂടെ ഒരു പേടി ഇങ്ങനെ കയറി വരുന്നത് എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ ആദ്യം ഉണ്ടായിരുന്ന അത്ര പേടി ഇപ്പം ഉണ്ടായിരുന്നില്ല. പേടി എന്ന ഫീലിങ്ങിനെക്കാട്ടും എനിക്കിപ്പോൾ ഉണ്ടായിരുന്നത് ആ സ്ത്രീയെ വിശ്വസിക്കാം എന്നൊരു ഫീലിംഗ് ആയിരുന്നു. ആ സ്ത്രീ ജസ്റ്റ് കളിക്കാനല്ലേ വിളിക്കുന്നത് എന്ന് എനിക്ക് തോന്നി. ഞാൻ പതിയെ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് ആ സ്ത്രീയുടെ അടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കെ ആ സ്ത്രീ പറഞ്ഞു, "യു വിൽ ഹാവ് സോ മച്ച് ഫൺ." ബില്ലി എൻ്റെ അടുത്ത് അവൻ നിന്നെ എത്രത്തോളം മിസ് ചെയ്യുന്നു എന്ന് സംസാരിക്കുമായിരുന്നു. ആ സ്ത്രീ ബില്ലിനെ മെൻഷൻ ചെയ്തപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു പാനിക് ഫീൽ ചെയ്തു. അപ്പോൾ പെട്ടെന്ന് ആ സ്ത്രീയിൽ നിന്ന് റേഡിയേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്ന ആ ഒരു കൈൻഡ്നെസ്സും സൂത്ത്നെസ്സും ഒക്കെ വാനിഷായി. ഞാൻ പെട്ടെന്ന് എൻ്റെ ബോധത്തിലേക്ക് തിരിച്ചു വന്നു. ഞാൻ നിനക്ക് ഇനിയും ഫ്രണ്ട്സിനെ കൊണ്ടുവരാം. നീ ഒരിക്കലും ഒറ്റയ്ക്കായിരിക്കില്ല. നീ എപ്പോഴും സന്തോഷത്തിലായിരിക്കും. അപ്പോൾ എൻ്റെ പാരൻസോ അവരെ വിട്ടുപോകാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ട് ഞാൻ ചോദിച്ചു, അവർക്ക് വരാൻ പറ്റില്ല, പക്ഷെ ഞാൻ നിനക്ക് സത്യം ചെയ്തു തരാം. അവരെ നിന്നെ സ്നേഹിച്ചതിനെക്കാട്ടും ഒരുപാട് ഞാൻ നിന്നെ സ്നേഹിക്കാം. അത് കേട്ടപ്പോൾ ഞാൻ ആ ട്രാൻസിൽ നിന്ന് ശരിക്കും പുറത്തേക്ക് വന്നു. എന്നിട്ട് ഞാൻ ഒച്ച വെച്ചു. ഞാൻ അങ്ങനെ ചെയ്തത് ആ സ്ത്രീക്ക് ഇഷ്ടപ്പെട്ടില്ല. ഭയങ്കര കാമായ വോയിസിൽ നിന്നും ആ സ്ത്രീ ഭയങ്കര ഡീപ്പും റാസ്പി ആയിട്ടുള്ള വോയിസിൽ എൻ്റെ അടുത്ത് പറഞ്ഞു, "സ്റ്റോപ്പ്. എൻ്റെ കൈ പിടിച്ച് എൻ്റെ കൂടെ കളിക്കാൻ വാ. നിങ്ങൾ എല്ലാ കുട്ടികൾക്കുള്ള സ്ഥലവും എൻ്റെ വയറ്റിനകത്തുണ്ട്." ഞാൻ ആ സ്ത്രീനെ പാസ് ചെയ്ത് ഓടി. എൻ്റെ ഗ്രാൻഡ്പയുടെ വീട് എത്തുന്നത് വരെ ഞാൻ ഓടി. ആ ചൂടിൽ ഓടിക്കയറി വന്ന് എനിക്ക് ഗ്രാൻഡ്പ കുറച്ച് വെള്ളം തന്നു. ഗ്രാൻഡ്പ എന്നെ കാമാക്കിയതിന് ശേഷം എന്താ നടന്നത് എന്ന് ഞാൻ ഗ്രാൻഡ്പയോട് എക്സ്പ്ലെയിൻ ചെയ്തു. ഗ്രാൻഡ്പ എൻ്റെ പാരൻസിനെ വിളിച്ചു. അവർ പെട്ടെന്ന് തന്നെ ജോലി നിർത്തി വീട്ടിലേക്ക് വരാൻ നോക്കി. അപ്പോൾ അവർക്ക് അവരുടെ ജോലിയെ കുറിച്ച് ടെൻഷനില്ല. അവരിങ്ങോട്ട് എത്താൻ നല്ല സമയമെടുക്കും. വീടും വർക്ക് പ്ലേസും തമ്മിൽ 40 മിനിറ്റ് ഡ്രൈവ് ഉണ്ട്. പാരൻസ് എത്തുന്നതിന് മുന്നേ പോലീസ് എത്തി. എൻ്റെ സ്റ്റേറ്റ്മെന്റ്സ് എടുത്ത് പോലീസ് വീട് തിരഞ്ഞു. അതെ, വീട്ടിലൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഡോറ് തുറന്നിട്ട മോൺസ്റ്റർ ഇല്ലാത്തൊരു വീട്, അത്രമാത്രം. എൻ്റെ പാരൻസ് ആരോടും പറയാതെ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ വീടിനകത്ത് ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നു. അവർ അതെന്നെ കാണാൻ സമ്മതിച്ചില്ല. പക്ഷെ അവരതെടുത്ത് നോക്കി. അവരെന്താണോ ആ ടേപ്പിൽ കണ്ടത് അത് അവരെ ആ വീട്ടിൽ ഇനി ഒരു നിമിഷം നിൽക്കില്ല എന്നുള്ളൊരു തീരുമാനം എടുപ്പിച്ചു. എന്നിട്ട് എല്ലാവരും പാക്ക് ചെയ്ത് ഓർഗണിലേക്ക് പോയി. അതിനുശേഷം ഞാൻ ആ സ്മൈലിംഗ് വുമനെ കണ്ടിട്ടില്ല. ഞാൻ ജനിച്ച ആ ടൗണിലേക്ക് ഞങ്ങൾ തിരിച്ചു പോയതുമില്ല. ഗ്രാൻഡ് ആണെങ്കിൽ ഓർഗന്റെ അടുത്തേക്കുള്ള ഒരു സ്ഥലത്തേക്ക് താമസം മാറി, ഞങ്ങളായിട്ട് ക്ലോസർ ആയിരിക്കാൻ വേണ്ടി. ഞാൻ എനിക്കുണ്ടായ ഇവന്റ്സിനെ പറ്റി ഓർക്കാതിരിക്കാൻ ശ്രമിച്ചു. പക്ഷേ അതുകൊണ്ടൊന്നും അവസാനിച്ചില്ല. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഹൈസ്കൂളിലായി. ഞാനൊരു നോർമൽ ഫങ്ഷനിങ് ടീനേജറായി മാറി. അങ്ങനെ ഇരിക്കുകയാണ് ഞാനൊരു VHS ടേപ്പ് കാണുന്നത്. അതിൻ്റെ മേലെ എഴുതിയിട്ടുണ്ടായിരുന്ന ആ ഒരു ലേബിൾ എൻ്റെ ബോഡിയിൽ എന്തോ ഒരു ഫീലിംഗ് കൊണ്ടുവന്നു, ദി സ്മൈലിംഗ് വുമൻ. അതിനകത്ത് അന്ന് എൻ്റെ പാരൻസ് റെക്കോർഡ് ചെയ്ത ടേപ്പാണെന്ന് എനിക്ക് മനസ്സിലായി. ക്യൂരിയോസിറ്റി കാരണം എൻ്റെ അപ്പോഴും വർക്കായിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്ന VCRലേക്ക് ഞാനത് പ്ലേ ചെയ്തു. ആ ടേപ്പിൽ ഞാൻ കണ്ടത് എൻ്റെ മുന്നിൽ ആരും നിൽക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ടായിരുന്നത് വിഷ്വൽസ് അല്ല, ഓഡിയോ ആയിരുന്നു. ഞാൻ ആ ലേഡിയുമായിട്ട് നടത്തിയ ഒരു കോൺവെർസേഷൻ. ആ എൻറ്റയർ കോൺവെർസേഷനിൽ ആ സ്മൈലിംഗ് ലേഡിയുടെ ശബ്ദം റാസ്പി ആയിട്ടുള്ള ഈവിൾ ആയിട്ടുള്ള ഒരു ബീസ്റ്റ് പോലത്തെ ശബ്ദമായിരുന്നു. ഞാൻ അവിടെ നിന്ന് കേട്ട ആ കാമിങ് ആയ സൂത്തിങ് ആയ വോയിസ് അവിടെ ഉണ്ടായിട്ടേ ഇല്ല. ആ സ്ത്രീ എന്തുകൊണ്ടാണ് ആ വീഡിയോയിൽ വരാതിരുന്നത് എന്ന് എനിക്കറിയില്ല. പിന്നെ അവസാനം ഞാൻ കേട്ട ന്യൂസ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ വളർന്ന ആ പ്ലേസ് അതിൻ്റെ ഒരു വലിയ ഭാഗം നേറ്റീവ് റിസർവേഷന് തിരിച്ചു കൊടുത്തു എന്ന്. അതുവരെയും
ഓരോ കുട്ടികളും അവിടെ നിന്ന് ഡിസപ്പിയർ ആവുന്നുണ്ടായിരുന്നു. പക്ഷേ ആ ലാൻഡ് തിരിച്ചു കൊടുത്തതിന് ശേഷം ഈ ഡിസപ്പിയർ ആവുന്നതെല്ലാം നിന്നു. ഇത് ആൾക്കാരിൽ ഒരു സസ്പീഷൻ ഉണ്ടാക്കി. അതായത് റിസർവേഷനിലുള്ള ആരോ ഈ വൈറ്റ് മാനെതിരെയുള്ള പക തീർത്തതാണെന്ന്, റിവെഞ്ച് എടുത്തതാണെന്ന്. പക്ഷെ ഒരു സസ്പെക്റ്റിനെയും ആർക്കും കിട്ടിയിട്ടില്ല.